Hello everyone, welcome back. This is Nirjana from Leo Tales. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് ഡ്രസ്സുകളാണ്. ഞാൻ ഇപ്പോഴാണ് റിയലൈസ് ചെയ്തത് ഞാൻ അന്ന് തായ്ലൻഡിൽ പോയപ്പോൾ വാങ്ങിയ കുറച്ച് ഡ്രസ്സസ് അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. പ്ലസ് ഞാൻ റീസെൻ്റ്ലിയും ഇപ്പോൾ ഈദിൻ്റെ ഭാഗമായിട്ടൊക്കെ കുറച്ച് ഡ്രസ്സ് വാങ്ങി. സോ ഐ ലവ് ഡ്രസ്സസ്. കുറച്ച് ലെങ്ത് ഉള്ളതാണ് ഇഷ്ടം, എന്നാലും പൊതുവെ ഡ്രസ്സുകളോട് ഒരു പ്രത്യേക താല്പര്യമാണ്. ആൻഡ് ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ് അതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സോ എനിക്ക് ഇന്ന് അങ്ങനത്തെ കുറച്ച് ഡ്രസ്സസാണ് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. ഐ എം റിയലി എക്സൈറ്റഡ് ടു ഷോ യു ദീസ്. ആൻഡ് പ്രോഡക്റ്റ് ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്കത് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ പൊതുവേ ഒരു ഡിസൈൻ്റെ ഒരു കളർ അങ്ങനെ ഞാൻ വാങ്ങാറുള്ളൂ. ബട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ ഒരു ഡിസൈൻ്റെ 2 കളർ വാങ്ങി ബിക്കോസ് ഐ അബ്സല്യൂട്ട്ലി ലവ്ഡ് ഇറ്റ്. സൈസ് വൈസ് ഞാൻ യൂഷ്വലി എക്സൽ ആണ് ഇടുന്നത്. സോ രണ്ടിനും എക്സൽ ഓക്കെ ആണ്, വലിയ പ്രോബ്ലം ഒന്നും തോന്നിയില്ല. മേ ബി എല്ലും ഓക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ഒരു കുറച്ചുകൂടെ സ്നഗ് ഫിറ്റ് വേണമെങ്കിൽ ചിലപ്പോൾ ഈവൻ എല്ലും ഫൈൻ ആയിരിക്കാം. സൈസിങ്ങിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. മെറ്റീരിയൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ഇങ്ങനെ ഒരു മെറ്റീരിയൽ ഇങ്ങനെ കണ്ടോ, ഒരു സ്ട്രൈപ്പി പോലത്തെ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്, ഒരു ക്രഷ്ഡ് പോലത്തെയാണ്. സോ കുറച്ച് എക്സ്പാൻഡും ചെയ്യും. ആൻഡ് ഐ ലവ് ദിസ് ഡ്രസ്. ഇതിൻ്റെ ഫ്രണ്ടിലെ കട്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വീനെക്ക് പോലെ വന്നിട്ട് ബാക്കിലും കുറച്ചൊരു ഇലാസ്റ്റിക് ഉണ്ട്. ആൻഡ് സ്ലീവ് ഗുഡ് ലെങ്ത്. ആക്ച്വലി എൻ്റെ ഹൈറ്റ് 5'8" ആണ്. എനിക്ക് വരെ ഇത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ കിട്ടുന്നുണ്ട്. പൊതുവേ ഞാൻ ഡ്രസ്സ് എടുക്കുമ്പോഴത്തേക്കും എനിക്ക് കാഫ് ലെങ്ത് വരെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ ഹൈറ്റ് ഒരു 5'5" അല്ലെങ്കിൽ 5'4" ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ആക്ച്വലി ഫുൾ മാക്സി ഡ്രസ്സ് പോലെ നിൽക്കും. ഐ ലവ് ഇറ്റ്. നല്ല ക്വാളിറ്റിയാണ്, ഭയങ്കര ഭംഗിയാണ്. അതിൻ്റെ ഫിഗർ ഹഗ്ഗിങ് ആയിട്ട് ഇങ്ങനെ ഒതുങ്ങി കിടക്കും. ഒരു ഭയങ്കര ചാമിങ് ആണ്. എൻ്റെ കൂടെ ഇപ്പോൾ പെയർ ചെയ്യാനാണെങ്കിലും ഹീൽസിൻ്റെ കൂടെയോ അങ്ങനെയൊക്കെ തന്നെയും പെയർ ചെയ്യാം. ഒരു ഡേറ്റിന് പോകുമ്പോഴോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാവുന്നൊരു ടൈപ്പാണ്. ആ ഒരു കംഫർട്ട് ഇഷ്ടപ്പെട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ അതിൻ്റെ തന്നെ ഒരേ ഒരു കളർ കോമ്പിനേഷനും കൂടെ അവൈലബിൾ ആയിരുന്നു, ബ്ലൂ. ഞാൻ അതും വാങ്ങിച്ചു. ഇതൊക്കെ ആക്ച്വലി ഞാനിപ്പോൾ വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. കളർ ബ്ലീഡിങ്ങോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇത് ഞാൻ റീസെൻ്റ്ലി ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ഇടുകയും ചെയ്തു. ലവ് ദിസ്. കുറച്ച് വെയിറ്റ് ഉണ്ട്. വെയിറ്റ് എന്ന് വെച്ചാൽ ഹെവി എന്ന നിലയിലല്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ്. അങ്ങനത്തെ ഒരു ചുമ്മാ ഇങ്ങനെ ഫ്ലോ ചെയ്ത് കിടക്കുന്ന, ഫ്ലോയി ആണ് ബട്ട് കുറച്ച് താഴോട്ട് ഇച്ചിരി വെയിറ്റിൽ കിടക്കുന്ന ഡ്രസ്സാണ്. ഹെവി എന്നല്ല ഞാൻ പറഞ്ഞത്, ഫ്ലോയി ബട്ട് ആവശ്യത്തിന് ഒരു ഫിറ്റായിട്ട് നിൽക്കും. ഐ ലവ് ദി ഔട്ട്ഫിറ്റ്. എൻ്റെ കളറാണെങ്കിലും ഡിസൈൻ ആണെങ്കിലും ഫിറ്റ് ആണെങ്കിലും കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് ടോൺഡ് ആയ പോലത്തെ ഒരു ഫീലിംഗ് ആണ് വരുന്നത്. തടിച്ചിരിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ചില ഡ്രസ്സുകൾ ഇടുമ്പോൾ ഈ ചന്തേരി പോലത്തെ മെറ്റീരിയലൊന്നും എനിക്ക് ഇഷ്ടമല്ല. അത് കുറച്ച് ബൾക്കപ്പ് ചെയ്ത് നമുക്ക് തോന്നിക്കും. അതേസമയം റയോൺ അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ക്രഷ്ഡ് പോലത്തെ മെറ്റീരിയൽസ് ആണെങ്കിൽ കുറച്ച് ഒതുങ്ങിയിരിക്കും. സോ ഐ ആബ്സല്യൂട്ട്ലി ലവ് ദിസ്. ഇത് രണ്ടും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് ഉറപ്പായിട്ട് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യണം. പിന്നെ ഉള്ളത് ഈ ഡ്രസ്സാണ്. ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ്. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ. ഫ്രണ്ടിൽ ഇങ്ങനെ മറ്റേ സ്വീറ്റ് ഹാർട്ട് നെക്ക് പോലെ വരുന്നുണ്ട്. ഈ ബ്രസ്റ്റിൻ്റെ അവിടെ ആക്ച്വലി ഒരു സ്റ്റിച്ചും ഉണ്ട്. ആൻഡ് കൈയുടെ അറ്റത്ത് ഇലാസ്റ്റിക് ആണ്. ദിസ് യു ക്യാൻ ഗോ ഫോർ 1 size down. യൂഷ്വലി ഞാൻ എക്സൽ ഇടുന്ന ആൾ, ഞാൻ ഇതിൻ്റെ എല്ലാണ് പിക്ക് ചെയ്തത്. ഇതാണ് ഈ ഫുൾ ഡ്രസ്സിൻ്റെ ഡിസൈൻ. ഇത് കുറച്ചുകൂടെ ഷോർട്ടറാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഹൈറ്റിന് ഇത് മുട്ടിൻ്റെ താഴെയാണ് നിൽക്കുക. മുട്ടിന് താഴെ നിൽക്കും, പക്ഷേ കാഫ് ലെങ്ത്ത് വരെ അങ്ങനെ അങ്ങോട്ട് വരുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാൻ വാഷൊക്കെ ചെയ്തു. ഞാൻ എൻ്റെ ട്രിപ്പിന് കൊണ്ടുപോയത് ഈ ഡ്രസ്സ്, ഇങ്ങനത്തെ 2 ഡ്രസ്സസ് ഞാൻ വാങ്ങിയിരുന്നു. രണ്ടാമത്തത് ആക്ച്വലി എനിക്കിപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അലമാരിയിൽ ഇവിടെ ഇരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ അറ്റാച്ച് ചെയ്യാം. ഇതേ മെറ്റീരിയലാണ്, പ്യുവർ കോട്ടൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തായ്ലൻഡിലെ സമ്മറിൽ ഭയങ്കര റിലീഫായിരുന്നു ഇടാനായിട്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു പാറ്റേണിൽ ഒരു കുറേ പ്രിൻറ്റുകൾ അവൈലബിൾ ആണ്. അറ്റ്ലീസ്റ്റ് ഒരു 7-8 പ്രിൻറ്റുകൾ ഞാൻ കണ്ടു. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഒരു കട്ട് ഇങ്ങനെ വന്നിട്ട് ഒരു ഫ്രോക്ക് പോലത്തെ പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറേ പ്രിൻറ്റുകളിലും കളേഴ്സിലും ഇത് അവൈലബിൾ ആണ്. ദ ഡിഫറൻസ് ഇസ് ദാറ്റ് ഈ ഒരു മെറ്റീരിയൽ കുറച്ചും കൂടി ഇങ്ങനെ ഒഴുകി കിടക്കുന്ന മെറ്റീരിയലാണ്. ഇത് സ്റ്റിഫല്ല, അങ്ങനെ ഞാൻ പറയില്ല, ഒതുക്കമുള്ള മെറ്റീരിയൽ തന്നെയാണ്. ബട്ട് ദെൻ കോട്ടൺ ആണ്. സോ ഒരു സമ്മർ ഫ്രണ്ട്ലി ആയിട്ട് മേ ബി ഇതിനെ കരുതാം. മറ്റേതും ലൈറ്റ് വെയ്റ്റ് തന്നെയാണ്, പക്ഷേ കോട്ടൺ പ്രിഫറൻസ് ഉള്ള ആൾക്കാർക്ക് ഈ ഡ്രസ്സ് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ പിക്ക് ചെയ്തത് ഈ ഒരു ഷർട്ട് ഡ്രസ് മെറ്റീരിയൽ ആണ്, ഷർട്ട് ഡ്രസ് പാറ്റേൺ ആണ്. സോ ഇതാണ് ഇതിൻ്റെ സ്ലീവ്. കുറച്ചിങ്ങനെ പഫി ആയിട്ട് ഷോൾഡർ ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന ഒരു പാറ്റേൺ ആണ്. ആൻഡ് ദിസ് ഇസ് ദ ഫുൾ ലെങ്ത് ഓഫ് ദ ഡ്രസ്. സോ ഇതിൻ്റെ മെറ്റീരിയൽ ഈ കോട്ടൺ ബ്ലെൻഡ് അങ്ങനത്തെ ഒരു വിസ്കസ് മെറ്റീരിയലാണ് ഇത് വരുന്നത്. എനിക്കിത് ഡ്രസ്സായിട്ട് പുറത്ത് പോകുമ്പോൾ ഇടാം, പക്ഷേ വർക്ക് പ്ലേസിൽ ഞാൻ ഇതിൻ്റെ കൂടെ ലെഗിങ്സോ ജീൻസോ കൂടിയിട്ട് അങ്ങനെയാണ് യൂസ് ചെയ്യുക. സോ ഇതിൻ്റെ തന്നെ 2-3 പാറ്റേൺസ് അവൈലബിൾ ആണ്. എനിക്കെൻ്റെ കളർ കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ബേസ്, ഒരു റെഡ് ഫ്ലവേഴ്സ് ഉണ്ട്, ആ ഒരു ബേസ് നല്ല ഭംഗിയായിട്ട് തോന്നി. വളരെ ക്ലാസിക് കളർ കോമ്പിനേഷനായിട്ട് തോന്നി. കോളറും കുറച്ച് സ്റ്റൈലിഷാണ്.
കോളറും ഈ ഒരു സ്ലീവും കുറച്ച് ഇപ്പോൾ പാൻസോ അല്ലെങ്കിൽ സ്കേർട്ടോ ഒന്നും യൂസ് ചെയ്യാതെ ജസ്റ്റ് ഡ്രസ്സ് മാത്രം ഇട്ടൊരു ഒരു ബാഗൊക്കെ തൂക്കി വേണമെങ്കിൽ ഒരു സ്നീക്കേഴ്സൊക്കെ ഇട്ട് അങ്ങനെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഡ്രസ്സാണിത്. എൻ്റെ ഒരു ടൈപ്പാണെന്ന് ഞാൻ വിചാരിച്ചില്ല, പക്ഷേ ഇട്ടപ്പോൾ എനിക്ക് ഉറപ്പായിട്ട് ഇഷ്ടമായി. ഇറ്റ്സ് റിയലി പ്രിറ്റി. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു ഷർട്ട് ഡ്രസ് മോഡൽ കുറേ നാളായി ട്രൈ ചെയ്തിട്ട് ആക്ച്വലി. അപ്പോൾ ഐ ഫെൽറ്റ് വെരി കംഫർട്ടബിൾ വെയറിങ് ദിസ്. പിന്നെ കോട്ട്ലാൻഡ് എന്നൊരു ബ്രാൻഡ്, അവരുടെ ഒരു ഡ്രസ്സ് ഞാൻ 2022 തോന്നുന്നു പോണ്ടിച്ചേരി പോയപ്പോൾ വാങ്ങിയിരുന്നു. ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോണ്ടിച്ചേരി കൊണ്ട് ഉപയോഗിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കോട്ട്ലാൻഡിൻ്റെ തന്നെ ഒരു സിമ്പിൾ ബ്ലാക്ക് ഡ്രസ്സ് ഞാൻ വാങ്ങി. അതും റൈറ്റ് നൗ ഞാനത് ഷൂട്ടൊക്കെ ചെയ്ത് എടുത്തു വെച്ചു. ഞാൻ പറഞ്ഞ 2-3 ഡ്രസ്സുകളില്ല, ഇതെല്ലാം കൂടെ മടക്കി ഞാൻ ഏതോ അലമാരിക്കകത്ത് വെച്ചേക്കുകയാണ്. ആ അലമാരി ഏതാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. അപ്പോൾ എന്തായാലും അതുകൊണ്ട് ഞാൻ അന്ന് ഷൂട്ട് ചെയ്ത് വെച്ചത് കൊണ്ട് ഞാൻ അത് കാണിച്ചു തരാം. കോട്ട്ലാൻഡിൻ്റെ ഈ ഡ്രസ്സ് ഇവർ പ്രീ ഷ്രങ്ക് മെറ്റീരിയൽ നന്നേ കൊടുത്തിരുന്നത് ഞാൻ ഓർക്കുന്നു. അതായത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഷ്രിങ്ക് ചെയ്യത്തില്ല, ഓൾറെഡി കഴുകി ഷ്രിങ്ക് ആയ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സുകളാണ്. സോ വെരി കംഫർട്ടബിൾ, വെരി കാഷ്വൽ, ഭയങ്കര ഈസി ബ്രീസി ആയിട്ട് ട്രാവലിങ്ങിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഭയങ്കര സ്റ്റൈലിഷ് അല്ലെങ്കിൽ യുണീക്ക് എന്നൊന്നും പറയാനില്ല, ബട്ട് ഡ്രസ്സുകൾ എപ്പോഴും യുണീക്ക് ആണോ നിർബന്ധമില്ലല്ലോ. ദേ ക്യാൻ ബി കംഫർട്ടബിൾ ആൻഡ് കംഫർട്ടബിൾ ഇസ് ഗുഡ് അല്ലേ. സോ എനിക്ക് ആ കോട്ട്ലാൻഡിൻ്റെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. ആ ബ്ലാക്ക് ഇസ് ലൈക്ക് റിയലി നൈസ് ആൻഡ് പ്രിറ്റി. ഒരു ഇടുമ്പോൾ തന്നെ ഒരു ഒതുക്കമൊക്കെ ഉള്ളൊരു ഫീലിംഗ് ആണ്. കോട്ടൺ ആണ്, സോ സമ്മർ ഫ്രണ്ട്ലി ആണ്, ആൻഡ് ഓവറോൾ ഇറ്റ്സ് റിയലി നൈസ്. പിന്നെ സ്റ്റൈലത്തിൻ്റെ 2-3 ഡ്രസ്സുകൾ ഞാൻ വാങ്ങി, ചിലത് റിട്ടേൺ ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കീപ്പ് ചെയ്ത ഡ്രസ്സുകളാണ്. ഒരെണ്ണം ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, സോ അതിപ്പോൾ കാണിച്ചിട്ട് കാര്യമില്ല. അതിങ്ങനെ ഇവിടെ കെട്ടൊക്കെ വരുന്നൊരു ടൈപ്പ് ഡ്രസ്സാണ്. ഇറ്റ്സ് വെരി വെരി ബ്യൂട്ടിഫുൾ. ഞാൻ അവിടെ തായ്ലൻഡിൽ ഇട്ടതാണ്. ഇവിടെ എനിക്കതിടാൻ ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല തിരുവനന്തപുരത്ത്, പക്ഷേ ഇറ്റ്സ് വെരി പ്രിറ്റി. ആൻഡ് അതർ ഡ്രസ് വാസ് ദിസ് ഗ്രീൻ വൺ. ഇതിൻ്റെ ഷെൽ ഡിസൈനൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എടുത്തത്. സ്ലീവ്ലെസ് ആയിട്ട് വേണമെങ്കിൽ ഇടാം, ബട്ട് എനിക്ക് ആ ഒരു കോട്ടും കൂടി ഇടുന്നതാണ് കംഫർട്ടബിൾ. കോട്ട് ഇട്ടാലും ഇറ്റ് ഇസ് സ്റ്റിൽ സ്ലീവ്ലെസ്, വിച്ച് ഇസ് പ്രിറ്റി. സൈസ് ഒരു XL ആണ് യൂഷ്വലി ഇടുന്നതെങ്കിൽ XL ഇസ് ഫൈൻ. സൈസ് അങ്ങനെ പ്രോബ്ലം ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല. കംഫർട്ടബിൾ കോട്ടൺ ഡ്രസ്സുകളാണ്, ഇടാൻ ഓക്കെയാണ്. വാഷ് ചെയ്തു, ഷ്രിങ്കിങ് പ്രശ്നങ്ങളൊന്നുമില്ല, കളർ ബ്ലീഡിങ് പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല. ഫസ്റ്റ് ഫ്യൂ വാഷസ് ഹാൻഡ് വാഷ് ആയിട്ട് തന്നെയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇതെന്തായാലും മെഷീനിൽ ഇടാൻ പറ്റിയില്ല, കാരണം ഈ ഇങ്ങനത്തെ ബീഡിങ്സ് ഉള്ളത് കൊണ്ട് മെഷീനിൽ ഇടാൻ പറ്റില്ല. ബട്ട് അല്ലാത്ത പക്ഷം എനിക്ക് ഇവരുടെ ഡ്രസ്സുകൾക്ക് കളർ ബ്ലീഡിങ്ങോ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. സോ സ്റ്റൈലത്തിൻ്റെ ഡ്രസ്സസ് ആർ റിയലി പ്രിറ്റി ആൻഡ് അത്യാവശ്യം നല്ലൊരു പ്രൈസ് റേഞ്ചിലുമാണ് നിൽക്കുന്നത്. ഒരു I think ഒരു 600-700 റേഞ്ചിൽ വെരി ഗുഡ് ക്വാളിറ്റി ഓൾസോ. So that's it for today's video. I hope you guys enjoyed this. ഇത് വേറെയും കുറച്ച് ഡ്രസ്സുകളുടെയും കൂടെ ഞാൻ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ that's it for today's video. We will meet again. Until then, take care. Bye.